ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ റിലേഷൻഷിപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. വോയിസ് ഞാൻ ഇച്ചിരി കൂട്ടി കേൾക്കാൻ പറ്റുന്നുള്ളത് എല്ലാവരും പറയണേ. ഇന്നലെ കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു. കമന്റ് അയച്ചവർക്ക് എല്ലാം താങ്ക്സ്. അപ്പൊ നമുക്ക് ഇന്നത്തെ റീഡിംഗ് നോക്കാം. ഇന്നത്തെ യൂണിവേഴ്സ് മെസ്സേജ് എന്താന്ന് നമുക്ക് നോക്കാം. 5 കാർഡ് എടുക്കുന്നുണ്ട്. അതിന്റെ എന്താ വരുന്നത് നോക്കാം. ബോട്ടം വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സ്. അപ്പം നിങ്ങൾക്ക് എന്തോ നിങ്ങളുടെ പഴയ കാലത്തെ ഫ്രണ്ട്സോ ഇല്ലെങ്കിൽ വീട്ടിലെ ആരെങ്കിലും നേരത്തെ ഉള്ള വീട്ടിലുള്ള നേരത്തെ കുടുംബജീവിതത്തിലെ അല്ല, എന്താ പറയുക, കുടുംബപരമായിട്ടുള്ള ആരെങ്കിലും വരുന്നത് നമ്മുടെ പ്രായമുള്ളവര് ആരെങ്കിലും പിന്നെ പ്രായമുള്ള അങ്ങനെ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട്. നിങ്ങളിന്ന് ഒരുപാട് സപ്പോർട്ടും ഹെൽപ്പും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പഴയ ഫ്രണ്ട്സിനെ ആരെങ്കിലും കാണുമോ, അവരുമായിട്ടൊന്ന് സന്തോഷമായിട്ട് കുറെ നിമിഷങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നൈറ്റ് ഓഫ് സോർട്സ് ഉണ്ട്, ദ എംപറർ ഉണ്ട്, 4 ഓഫ് കപ്സ് ഉണ്ട്, 3 ഓഫ് വാൻഡ്സ് ഉണ്ട്, ദ ഫൂൾ ഉണ്ട്. അപ്പൊ നൈറ്റ് ഓഫ് സോർട്സ് നിങ്ങൾ ഏതോ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് അത് നേടി ആ ഒരു സന്തോഷത്തിൽ സന്തോഷത്തിൽ നിങ്ങൾ മുന്നേറുകയാണ്. പിന്നെ ദ എംപറർ ഉണ്ട്. നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ഒരൊറ്റ ആളുടെ കഠിനാധ്വാനത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം നേടാൻ പറ്റി. നിങ്ങളുടെ ഒറ്റ ഒരാളുടെ ആരുടെയും ഹെൽപ്പില്ലത് നിങ്ങളുടെ മാത്രം കഴിവുകൊണ്ട് നേടിയ ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു അഭിമാനത്തിൽ സന്തോഷത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈഗോ ഒന്നും വരണ്ട. എപ്പോഴും നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് നേടാൻ പറ്റിയ സന്തോഷത്തിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുക. പിന്നെ ആ കാര്യത്തിൽ ആരെങ്കിലും ഒക്കെ ഒരു എന്താ പറഞ്ഞ ഒരു ബാക്ക് സപ്പോർട്ട് എന്തെങ്കിലും നെഗറ്റീവായി ചിലപ്പോൾ നമുക്ക് ചിലവര് നെഗറ്റീവ് കമന്റ് പറഞ്ഞിട്ട് നമ്മൾ വാച്ച് ചെയ്ത് അത് നേടുമല്ലോ. അങ്ങനെ ആയിട്ട് അവരോട് അതിലും താങ്ക്സ് പറയുക. കാരണം അവരെ നമുക്ക് അവർ വാച്ച് വന്നത് നമുക്ക് നേടാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ ആയിരിക്കും. പിന്നെ 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 4 ഓഫ് കപ്സ് എന്തോ നിങ്ങൾ വിചാരിച്ച ഒരു കാര്യം എന്തോ റിലേഷൻഷിപ്പിലാണോ അതോ ജോബിലാണോ എന്തോ ഒരു വിഷമമുണ്ട്, ഒരു ഇമോഷണലായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ആ ഒരു എന്തോ ഒരു നഷ്ടത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുന്നത്. അത് വേണ്ടല്ലോ. നമുക്ക് നേടേണ്ടതാണെങ്കിൽ ആ സമയമാകുമ്പോൾ യൂണിവേഴ്സ് നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും. നിങ്ങൾ പക്ഷെ അത് ഫോക്കസ് ചെയ്ത് പൊക്കോളൂ. നിങ്ങൾക്കത് അത്രയും ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്തതിനെ പൊക്കോളൂ. പക്ഷെ വിഷമിച്ചിരിക്കണ്ട, മറ്റുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാതിരിക്കണ്ട. അതൊക്കെ യൂണിവേഴ്സ് മുമ്പിൽ കൊണ്ട് തരുമ്പോൾ അതൊക്കെ എല്ലാം അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ആ സമയമാകുമ്പോൾ യൂണിവേഴ്സ് തന്നെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരും. ഒന്ന് വിഷമിക്കുന്നുണ്ടായിരുന്നു, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഞാൻ 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഏതൊരു കാര്യം നിങ്ങൾ ഇപ്പൊ അതില് നേടി, അപ്പൊ അതിലിങ്ങനെ ആ ഒരു കോൺഫിഡൻസിൽ ഇരിക്കുകയാണ്. പ്ലാൻ ചെയ്യുകയാണ് ഇനി എന്തൊക്കെയാ മുമ്പോട്ട് പോകാൻ. അപ്പൊ ആ ഒരു നേടിയ സന്തോഷത്തില് നല്ല എനർജിയിൽ നിൽക്കുകയാണ് നിങ്ങൾ. അപ്പൊ അതിന് എങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട് അതൊരു സന്തോഷത്തിലായിരിക്കും നിങ്ങൾ. പിന്നെ എന്റെ ഫൂള് യൂണിവേഴ്സിനെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നു. അപ്പൊ നിങ്ങൾ മറ്റാരും നോക്കുന്നില്ല. നിങ്ങൾ യൂണിവേഴ്സിനെ വിളിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മറ്റാരെയും നോക്കണ്ട. പക്ഷെ നമുക്ക് എന്തെങ്കിലും എന്തായിരുന്നു ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും കാണുമല്ലോ.
അവരൊക്കെ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു തന്നാൽ അതൊന്നും ആലോചിക്കുക, ഒന്ന് തിങ്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക. കാരണം നമുക്ക് എല്ലാവരും നമ്മൾ നല്ല കാര്യത്തിൽ പറഞ്ഞു തരും, പക്ഷെ എന്നാലും പറഞ്ഞു തരുന്ന ആരെങ്കിലും നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരുണ്ട്, അവരെന്തായാലും നമ്മൾ ദോഷത്തിലൊന്നും പറയത്തില്ല. അപ്പൊ അവരൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം എൻ്റെ സ്കൂള് വന്നത് ആരെയും മൈൻഡ് ചെയ്യാതെ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മാത്രം മുമ്പോട്ട് പോകുന്നു. അത് പൊക്കം നല്ല കാര്യമാണ്. പക്ഷെ കുറച്ചൊന്ന് ചിന്തിക്കുക, പോകുന്നത് ശരിയാണ്, ആപത്തൊന്നും അല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മുമ്പോട്ട് പോവുക. അത്രേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇന്നലെ കമന്റ് അയച്ചവർ ഇന്നും കമന്റ് ഒക്കെ ഇടുക. ഒത്തിരി സന്തോഷമുണ്ട് ഇന്നലെ ഇത്രയും കമന്റ് ഒക്കെ എനിക്ക് വന്നതിന്. നമ്മൾ ഈ തുടക്കക്കാർക്ക് ഇതുപോലൊരു കമന്റ്, ഒരു തമ്പ് ഒക്കെ അയക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, പ്രതീക്ഷയൊക്കെ തോന്നും. എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയല്ലോന്ന്. അതുകൊണ്ട് ഒരുപാട് നന്ദി പറയും. ഒരുപാട് എനിക്കിങ്ങനെ കമന്റ് ഒക്കെ ഇട്ടവരോട് ഒരുപാട് സ്നേഹം. ഓക്കെ, താങ്ക് യു. സൗണ്ട് ഇന്നത്തെ ക്ലിയർ ആണോ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. താങ്ക് യു.